ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ JKയുടെ വീട്ടിലെത്തി മധുബാല അടുക്കളയിലേക്ക് കയറുകയാണ്. മധുബാല അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് സുമിത്ര ടീച്ചർ അങ്ങോട്ടേക്ക് വരികയാണ്. ടീച്ചർ എന്നിട്ട് പറയുന്നുണ്ട്, മധുബാലെ നീ അതെല്ലാം അവിടെ വെച്ചേക്ക്, ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നതല്ലേ, ഇന്ന് ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം, പിന്നീടുള്ള ദിവസം ചെയ്യില്ല എന്നല്ല, അങ്ങോട്ട് എല്ലാ ജോലിക്കും അമ്മയുടെ കൂടെ ഞാനും സഹായത്തിനുണ്ടാവും. എന്താ അമ്മേ, ഞാൻ പിച്ചു കൊണ്ടുവന്നത് കൊണ്ടാണോ ഈ ചീര വെക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല മധുബാലെ, ഞാൻ എന്തിനാണ് അതിനോട് ദേഷ്യം കാണിക്കുന്നത്. ഇതൊക്കെ പോട്ടെ, മധുബാല വീട്ടുകാരോട് ആലോചിച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ബാല ഇങ്ങോട്ടേക്ക് വരുന്നതിൽ വീട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് ടീച്ചർ അങ്ങനെ ചോദിക്കുകയാണ്. മധുബാല ഇപ്പൊ പറയുന്നുണ്ട്, വീട്ടുകാർക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിൽ ഒട്ടും താല്പര്യമില്ല, JK അവിടെ വന്ന് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അതായിരുന്നു അവരുടെ നിലപാട്. എന്തായാലും പ്രാക്ടിക്കൽ ആവില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഒന്ന് പറയാലോ അമ്മേ, അപ്പോഴും JKയിലായിരുന്നില്ല, അമ്മയിലായിരുന്നു എന്റെ പ്രതീക്ഷ, അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴും അതന്നെയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, എന്നും അമ്മ എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായാൽ മതി. ഇപ്പോൾ JK എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയാലും ഞാൻ അതെല്ലാം ക്ഷമിക്കും. ഇവിടുത്തെ രാത്രിയിലെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എല്ലാവർക്കും ചോറ് തന്നെയാണോ എന്ന് മധുബാല അങ്ങനെ ചോദിക്കുകയാണ്. ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ രാത്രി ഇവിടെ ചോറൊന്നും കഴിക്കാറില്ല, എനിക്ക് ഗോതമ്പ് കഞ്ഞിയോ ഗോതമ്പ് ദോശയോ മതി, ഏനും അതൊക്കെ തന്നെയാണ് ഇഷ്ടം, ചപ്പാത്തി ആയാലും കുഴപ്പമില്ല എന്നങ്ങനെ ടീച്ചർ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഞാൻ ചില പുതിയ ഐറ്റംസ് ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്, അതെല്ലാം ട്രൈ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം മധുബാല തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ കൊടുന്നു വെക്കുകയാണ്. ടീച്ചറും മധുബാലയെ സഹായിക്കുന്നുണ്ട്. മധുബാല അങ്ങനെ ടീച്ചറോട് ഉണ്ടാക്കിയ ഫുഡെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയാണ്. അതെല്ലാം ടീച്ചർ അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ടീച്ചർ പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പാനായി പോകുന്നതും മധുബാല പറയുന്നുണ്ട്, അമ്മേ ഇന്ന് പ്ലേറ്റ് വേണ്ട, നമുക്ക് ഇലയിൽ കഴിക്കാമെന്ന് പറയാണ്. എന്തായാലും JK വിളിച്ചോളൂ, അമ്മ തന്നെ വിളിച്ചാൽ മതി, ഇനിയിപ്പോൾ ഞാൻ വിളിച്ചിട്ട് അതിനൊരു മുഷിപ്പി വരണ്ട എന്ന് പറയാണ്. അങ്ങനെ JK താഴേക്ക് ഫുഡ് കഴിക്കാനായി വരുന്നുണ്ട്. മധുബാല വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോവുകയാണ്. JK അങ്ങനെ കഴിക്കാൻ കൈ കഴുകി ഇരിക്കാൻ നേരം മധുബാല വന്ന് JKയെ മുട്ടുന്നുണ്ട്. മധുബാല എന്നിട്ട് സോറി എന്ന് പറയാണ്. JKക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടാവുന്നില്ല. JK അങ്ങനെ കഴിക്കാൻ ഇരിക്കുകയാണ്. ഇന്ന് എന്താ അമ്മേ ഇലയിലൊക്കെ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല, മധുബാല ഇല കൊണ്ടുവന്നു, അപ്പോൾ അതിൽ കഴിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ, നീ കഴിക്കുകയെന്ന് ടീച്ചർ അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് ഇല വേണ്ട, എനിക്കൊരു പ്ലേറ്റ് തായോ എന്ന് പറയാണ്. ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, നീ വെറുതെ ഭക്ഷണത്തിന് മുന്നിൽ എതിർപ്പ് കാണിക്കണ്ട, നീ ഇലയിൽ തന്നെ കഴിക്കുകയെന്ന് പറയാണ്. അങ്ങനെ മനസ്സോടെ JK അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ടീച്ചർ അങ്ങനെ എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് JK ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്രയൊക്കെ കറി ഉണ്ടാക്കാൻ പോയത് എന്നങ്ങനെ ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ സഹായിച്ചു എന്നേ ഉള്ളൂ, മധുബാലയാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് പറയാണ്. എന്നാ അമ്മേ എനിക്ക് ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് JK അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായി നിൽക്കുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, ജയ നീ അവിടെ ഇരിക്കേ, വിളമ്പി വെച്ച ഭക്ഷണത്തിന് മുന്നിൽ മൂഷേട്ട കാണിച്ചുകൂടാ, നീ കഴിച്ചില്ലെങ്കിൽ ഞാനും പട്ടിണി കിടക്കുമെന്ന് ടീച്ചർ അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, എങ്ങനെ ഇത് വിശ്വസിച്ച് കഴിക്കാനാണ്, അവൾ ചിലപ്പോൾ ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാവോ എന്ന് ആർക്കറിയാമെന്ന് JK അങ്ങനെ പറയുമ്പോൾ മധുബാലയ്ക്ക് ദേഷ്യം വന്ന്, ഞാൻ തന്നെ ആദ്യം ഇതെല്ലാം കഴിച്ചു കാണിക്കാം, എന്നിട്ട് JK കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് എല്ലാ ഭക്ഷണവും കുറച്ചെടുത്ത് മധുബാല അങ്ങനെ ടേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് JKയോട് പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായോ, ആഹാരത്തിൽ വിഷം ചേർക്കാനുള്ള ക്രൂരതയൊന്നും ഈ മധുബാലയ്ക്കില്ല, എന്നാലും ഇത് കുറച്ച് കടന്നുപോയി JK, ഇത്രയൊന്നും പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാനിതെല്ലാം അർഹിക്കുന്നുണ്ടാവും, അല്ലാതെ ഞാനെന്ത് പറയാനാ എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് കള്ളക്കരച്ചിലും അഭിനയിച്ചുകൊണ്ട് മധുബാല അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. രാത്രിയിലാണെങ്കിൽ സുമിത്ര ടീച്ചർ അർച്ചനയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ചുവിനെ വെറുതെ വിട്ടുവല്ലേ, എനിക്കിപ്പോൾ ഒരുപാട് സമാധാനമായി, ചുവിനോട് ഈ ചെയ്ത ക്രൂരതകൾക്കെല്ലാം ആരാണോ അവർ അനുഭവിച്ചിരിക്കും, എന്തായാലും അച്ചുവിനോട് എന്റെ അന്വേഷണം പറയണട്ടോ എന്ന് ടീച്ചർ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ പറയാം ടീച്ചർ എന്ന് പറയാണ്. ടീച്ചർ എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു വിശേഷമുണ്ടായി, മധുബാല ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ എന്താ പുതിയ പ്രശ്നങ്ങളുമായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, അല്ല, കഴിഞ്ഞതെല്ലാം മറന്നിട്ട് സ്നേഹമായിട്ട് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഈ വരവ്, സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനാണെന്നാണ് പറഞ്ഞത്, പക്ഷെ വർത്തമാനത്തിലൊന്നും ആ പഴയ ധിക്കാരും അഹങ്കാരമൊന്നുമില്ല, വീട്ടുജോലി എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ടീച്ചർ അങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, JK എന്താണ് പറഞ്ഞതെന്ന്. അങ്ങനെ ടീച്ചർ സംസാരിക്കുന്നതും കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മധുബാല വരുന്നത്. ടീച്ചർ അർച്ചനയോട് പറയുന്നുണ്ട്, അവനും അങ്ങോട്ട് അടുക്കുന്നില്ല അർച്ചനെ, ജയനെ പറഞ്ഞിട്ടും കാര്യമില്ല, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ, ഉള്ളത് പറയാലോ മോളെ, മധുബാലയുടെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം ഇപ്പോഴും വന്നിട്ടില്ല, ഇതെല്ലാം തിരുത്താമെന്നാണ് പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരു മനമാറ്റം അവൾക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല, എന്റെ കാര്യം ഓർത്തിട്ട് എനിക്കിതുവരെ മനസമാധാനമില്ലായിരുന്നു, ഇപ്പോഴാണെങ്കിൽ അവന്റെ കാര്യത്തിൽ എനിക്ക് പേടിയും തോന്നുകയാണ്,
കിട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്നല്ലേ. ജയന്റെ കാര്യത്തിൽ ഇനിയും എന്തെങ്കിലും ഉണ്ടായാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല അർച്ചനെ എന്നെല്ലാം ടീച്ചർ അങ്ങനെ തന്റെ പേടി അർച്ചനയോട് പറയാണ്. അർച്ചന അപ്പോൾ ടീച്ചറെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ടീച്ചർ അങ്ങനെ പേടിക്കാതെ നിങ്ങൾ നേരിടാൻ ജയക്ക് ഉണ്ടല്ലോ. മധുബാലയുടെ ഈ വരവ് നല്ലതിനായിരിക്കുമെന്ന് വിചാരിച്ച് ടീച്ചർ സമാധാനിക്കേ എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, മോളോട് ഇതെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. എനിക്കിപ്പോ ഇതെല്ലാം തുറന്നു പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ. ശരി, ഞാൻ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞ് ടീച്ചർ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. ഫോൺ കട്ട് ചെയ്യുന്നതും മധുബാല അങ്ങോട്ടേക്ക് ടീച്ചറുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ഞാൻ ടെറസിലേക്കുള്ള വാതിൽ അടച്ചോ എന്ന് നോക്കാൻ വന്നതാ, ഇതേ അടച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എല്ലാത്തിലും വലിയ ശ്രദ്ധയാണല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മധുബാല അങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ വിജയശങ്കർ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര വിജയശങ്കറിനുള്ള ചായ കൊടുക്കുന്നുണ്ട്. അത് കുടിച്ച് വിജയശങ്കർ പറയുന്നുണ്ട്, ഇതിൽ നല്ല മധുരാണല്ലോ, ഇതിനാണ് ഇത്ര മധുരം ചേർക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ജീവിതത്തിന് തന്നെ മധുരമില്ലല്ലോ, അപ്പൊ പിന്നെ ചായയിലെങ്കിലും മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. ഇതൊക്കെ പോട്ടെ, ചിന്നുവിന്റെ കോളേജിലെ അഡ്മിഷൻ എടുക്കുന്നതിന്റെ കാര്യം എന്തായി എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു, അത്ര ഈസി അല്ല അതങ്ങോട്ട്. വളരെ സ്വാധീനിച്ചാൽ നടക്കും, പക്ഷെ വലിയൊരു തുകയാണ് അവർ ഡൊണേഷനായി ചോദിക്കുന്നത്. ലക്ഷങ്ങൾ വേണമെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അത് ഉൾക്കൊള്ളാനാവുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, ലക്ഷങ്ങളോ, നിങ്ങൾ ഇനി ഒന്നും ആലോചിക്കണ്ട, ആ ഫയൽ അങ്ങോട്ടേക്ക് മടക്കി വെച്ചേക്ക്, ഇത്രയും ക്യാഷ് ചെലവാക്കുന്ന ഒരു പരിപാടിയും വേണ്ട, പഠിക്കുന്ന കോളേജിൽ തന്നെ ചിന്നു അങ്ങ് തുടർന്ന് പഠിച്ചാൽ മതി എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, കോളേജ് മാറുന്ന കാര്യം ഞാനാണ് തുടങ്ങി വെച്ചതെന്ന് ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്. ജെക്ക് ആ കോളേജിലുള്ളത് കൊണ്ടാണല്ലോ ചിന്നുവിനെ അവിടെ നിന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചത്, അതുകൊണ്ട് ആ ജെക്ക് അവിടെ നിന്ന് ഓടിക്കാൻ നോക്ക്, അയാളെ മലബാറിലുള്ള ഏതെങ്കിലും കോളേജിലേക്ക് സ്ഥലം മാറ്റ്, ജിയേട്ടന്റെ സ്വാധീനം വെച്ച് അത് നടക്കും. ഇതിനു വേണ്ടി എന്തായാലും ഞാൻ ക്യാഷ് ചെലവാക്കാൻ സമ്മതിക്കില്ല, ഇത് നിങ്ങൾ ഓർത്തോ. പിന്നെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന ഒരു വാർത്തയുണ്ട്, മധുബാലയിലെ ജെയ്ക്കയുടെ ഭാര്യ അവര് പിണക്കൊക്കെ മാറ്റി ജെയ്ക്കയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, നീ ഇതെങ്ങനെ അറിഞ്ഞു? എനിക്ക് സമാധാനം കിട്ടുന്ന വാർത്തയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വിജയശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വാർത്തയൊക്കെ അറിയാനാണോ എനിക്ക് വിഷമം, ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ജെയ്ക്ക് പിന്നെ അർച്ചനയുടെ പിന്നാലെ പോവില്ലല്ലോ, ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അർച്ചനയുടെ പിന്നാലെ ഏതവൻ നടന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല, അവൾക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകരുത്, അതാണ് എന്റെ വിഷയം എന്ന് വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ അപ്പൊ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനയോട് മമതയുണ്ടായിട്ടല്ല ഇതൊന്നും ചെയ്തു കൂട്ടുന്നത്, നിങ്ങൾ പഠിച്ച കള്ളനാണെന്ന് എനിക്കറിയാം വിജയേട്ട എന്ന് ചന്ദ്ര അങ്ങനെ വിജയശങ്കറിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ കാപ്പിയിട്ട് മധുബാല സുമിത്ര ടീച്ചർക്ക് കൊടുക്കുകയാണ്. എനിക്കിപ്പോ വേണ്ട എന്ന് ടീച്ചർ പറയുന്നുണ്ടെങ്കിലും മധുബാല ഞാൻ ഇട്ട് കൊണ്ടുവന്നതല്ലേ, എന്തായാലും ഒന്ന് കുടിച്ചു നോക്ക് എന്ന് പറയാണ്. പിന്നെ ടീച്ചർ അത് വാങ്ങിച്ചു കുടിക്കുകയാണ്. പിന്നീട് മധുബാലയാണെങ്കിൽ തലേന്ന് ടീച്ചറും അർച്ചനയും സംസാരിച്ച കാര്യങ്ങളെല്ലാം കേട്ടതറിഞ്ഞ് ടീച്ചറോട് അങ്ങനെ മുള്ളും മുനയും വെച്ച് സംസാരിക്കുകയാണ്. ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, മധു ഇന്നലെ നീ വന്ന കാര്യം ഞാൻ അർച്ചനയെ വിളിച്ചു പറഞ്ഞു എന്ന് പറയാണ്. മധുബാല അപ്പൊ ചോദിക്കുന്നുണ്ട്, അർച്ചനയെ വിളിച്ചിട്ട് അവൾ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. മധുബാല ഇവിടെ സ്ഥിരമായി നിൽക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷമായി, എല്ലാം നല്ലതിനാണെന്ന് പറഞ്ഞു. ജയകൃഷ്ണന് നല്ലൊരു സുഹൃത്താണ് അർച്ചന, എന്റെ മകനായതുകൊണ്ട് അവൾക്കും എന്നോടൊരു മതിപ്പുണ്ട് എന്നങ്ങനെ ടീച്ചർ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു പോസിറ്റീവാണ്, എന്റെ സുഹൃത്തുക്കളെയും ജെക്ക് അങ്ങനെ പോസിറ്റീവായി കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മധുബാല ചായക്കപ്പ് വാങ്ങിച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നീട് അർച്ചനയാണെങ്കിൽ രാവിലെ തന്നെ അച്ചുവിന്റെ യൂണിഫോം അയൺ ചെയ്യാണ്. അത് കണ്ടുവന്ന് അച്ചു അങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി എന്റെ യൂണിഫോം എന്തിനാണ് ചേച്ചി ഇപ്പൊ തന്നെ അയൺ ചെയ്യുന്നത്, സസ്പെൻഷൻ പിൻവലിച്ചിട്ട് മതി ഇതൊക്കെ, ഞാൻ എന്തായാലും ഒന്ന് കാണാമെന്ന് തീരുമാനിച്ചു, ഇതിനുശേഷം മതി ഇതൊക്കെ എന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, SP കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണെങ്കിൽ കാണണമെന്നില്ല, ഇതുവരെ മെയിൽ നോക്കിയില്ലേ, നിന്റെ സസ്പെൻഷൻ ഇതിനകം പിൻവലിച്ചിട ചെക്ക, സസ്പെൻഷൻ കാലത്തെ ശമ്പളത്തോടു കൂടി അച്ചു കൃഷ്ണനെ ഇതുവരെ ജോലി ചെയ്തിരുന്ന നോർത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരാമെന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നതെന്ന് അർച്ചന അങ്ങനെ അച്ചുവിനോട് പറയാണ്. ഇത് കേട്ട് അച്ചു ആകെ ഷോക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷത്തോടെ അച്ചു അങ്ങനെ കരയാണ്. അർച്ചന എന്നിട്ട് കരയാതെ ചെക്ക, വെള്ളത്തിൽ പോയി തൊഴുതിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നീ എന്തായാലും പോയി റെഡിയാവ്,
നമുക്ക് ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോവാമെന്ന് അർച്ചന അങ്ങനെ പറയാണ്. അച്ചു അപ്പം തന്നെ റെഡിയാവാനായി റൂമിലേക്ക് പോവുകയാണ്. റൂമിലാണെങ്കിൽ രുക്കു അങ്ങനെ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചു സന്തോഷത്തോടെ വന്ന് രുക്കുവിനെ എടുത്തു പൊക്കി വട്ടം കറക്കുകയാണ്. പെട്ടെന്നായതുകൊണ്ട് രുക്കു ആകെ പേടിക്കുന്നുണ്ട്. എന്താണ് അച്ചു നീ ചെയ്യുന്നത്? എനിക്ക് പേടിയാവുന്നു, നീ ഒന്ന് താഴെ ഇറക്ക്, നിനക്കിതെന്തു പറ്റി? എനിക്ക് തല കറങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ചു ആണെങ്കിൽ നിർത്താതെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരുപാട് പറഞ്ഞതിന് ശേഷം രുക്കുവിനെ അച്ചു നിലത്തിറക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് രുക്കു അങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഒരു വിശേഷമുണ്ട്, എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു വിത്ത് സാലറി എന്നങ്ങനെ അച്ചു പറയുന്നതും രുക്കു വളരെ സന്തോഷത്തോടെ അച്ചുവിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അച്ചു അപ്പൊ രുക്കുവിനോട് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ എനിക്ക് അമ്പലത്തിലേക്ക് പോവണം, അച്ഛനേച്ചി കൂടെ വരുന്നുണ്ട്, ചേച്ചിയും ഞാനും പോയി തൊഴുതിട്ട് വരാം, പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ പോവുകയാണ്. അർച്ചന കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രുക്കുവിന് അതൊട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. പിന്നീട് അർച്ചന അച്ചുവിന്റെ സസ്പെൻഷൻ പിൻവലിച്ച കാര്യം രാവിലെ തന്നെ വിളിച്ച് ദീപ്തിയെ അറിയിക്കുകയാണ്. ദീപ്തിക്കാണെങ്കിൽ ഇത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഇതിന് ചെലവുണ്ട് എന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തായാലും ചെലവ് തരാം, അല്ലാതെ പിന്നെ ഞാൻ വേറെ ആർക്ക് ചെലവ് കൊടുക്കാനാണെന്ന് പറയാണ്. ദീപ്തി അപ്പൊ പറയാണ്, അച്ചുവിനെ കോടതി വെറുതെ വിടുന്നു, പിന്നാലെ തന്നെ സസ്പെൻഷൻ പിൻവലിക്കുന്നു, നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി എന്ന് ദീപ്തി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അടുത്ത ദിവസം നിരാശയായിരിക്കും, ഞാനൊരു പ്രപഞ്ച സത്യം പറഞ്ഞേ ഉള്ളൂ, ഒരു പകലിന് ശേഷം രാത്രി ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ അനുഭവങ്ങളെ പറ്റി സൂചിപ്പിച്ചതാണ്. ജീവിതത്തിൽ എന്നും എനിക്കൊരു സന്തോഷമുണ്ടായാൽ അതിനു പിന്നാലെ ഒരു സങ്കടം തേടി വരും. ഇതുവരെയുള്ള എൻ്റെ അനുഭവം അതാണ്. ദീപ്തിക്ക് കേൾക്കണോ? LLB പാസ്സായ അതേ ദിവസമാണ് ചിന്നുവിൻ്റെ +2 റിസൾട്ട് വന്നത്. മൊത്തം വിഷയത്തിലും A+. എനിക്ക് നാട്ടുകാരുടെ വക സ്വീകരണം. ചിന്നുവിനാണെങ്കിൽ വീട്ടിൽ പായസം വെപ്പ്, ഫുള്ള് ആഘോഷം. സന്തോഷത്തിന്റെ ഓളം അടങ്ങുന്നതിനു മുന്നേ ചിന്നുവിനെ വിട്ടുകൊടുക്കണമെന്നുള്ള അവകാശവാദവുമായി വിജയശങ്കർ വന്നു. പിന്നെ കോടതിയും പ്രശ്നങ്ങളുമായി ടെൻഷനായി എന്നങ്ങനെ തന്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ അങ്ങനെ അർച്ചന ദീപ്തിയോട് പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.